ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വേരിയസ് എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യവുമായി ഭാരത സർക്കാർ രൂപീകരിച്ച ഒരു നയമാണ് ഈ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അതിൽ 1968 ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയാണ്. 1986 രാജീവ് ഗാന്ധിയാണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 1986 ഈ ഒരു നയം രൂപീകരിച്ചത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ രൂപീകരിച്ച ഒരു വിദ്യാഭ്യാസ നയമാണ് ഇത്. അപ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് നാഷണൽ system of education implies that up to a given level all students irrespective of caste, creed, location or sex have access to education of a comparable quality. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നിശ്ചിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, അതായത് അതിൽ കാസ്റ്റെന്നോ ക്രീഡെന്നോ അല്ലെങ്കിൽ ലൊക്കേഷനെന്നോ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടു അച്ചീവ് ദീസ് ദ ഗവൺമെൻറ് വിൽ ഇനീഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് ഫണ്ടഡ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഫണ്ടഡ് പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പോളിസി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് എഡ്യൂക്കേഷൻ ഈസ് എ യുണീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വേണ്ട ഒരു കാര്യമാണ്. അതായത് അത് ഇന്നത്തെ ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷൻ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഉന്നമനം, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഉന്നമനം, ഇതിനൊക്കെ വേണ്ടൊരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് എഡ്യൂക്കേഷൻ ഈസ് എ യുണീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, യുണീക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ സിനാരിയോ. ടു എംഫസിസ് ടു improve the quality of public schools, that the parents do not send their children to high fee ചാർജിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ്, മറ്റേ വലിയ ഫീസ് കൊടുത്ത് പാരൻസിന് കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിടാതെ ഈ ഒരു പൊതു വിദ്യാഭ്യാസ മേഖല വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ എത്തിച്ചാൽ എന്താ സംഭവിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കും, എല്ലാവർക്കും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. ഈക്വലൈസ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ റിമൂവൽ ഓഫ് ഡിസ്പാരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരിക, അതായത് പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും, അവിടെ കാസ്റ്റ് ക്രീഡ് അങ്ങനെ ജാതി മതമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഈക്വലായിട്ട് വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധിയാണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986-ൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. ഓക്കെ, ഇറ്റ് ഹാസ് സം വാല്യൂസ്. നമ്മുടെ ഭരണഘടനയിലെ കുറച്ച് വാല്യൂസ് ഒക്കെ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വാല്യൂസ്? ഡെമോക്രസി, സെക്യുലറിസം, അതുപോലെ തന്നെ സോഷ്യലിസം, ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ചില വാല്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ ഒരു എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു തത്വങ്ങളെ അതിൻ്റെ ബേസിലാണ് ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് ഇൻസ്പിരേഷൻ, അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്നാ പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെക്കമെൻഡ് എ കോമൺ പാറ്റേൺ ഓഫ് 10+2+3 പാറ്റേൺ. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു പാറ്റേൺ 8 years ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതിൽ 5 years ഫോർ ലോവർ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് 3 years ഫോർ അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ, 2 years ഫോർ ഹയർ ഓർ ഹൈ സ്കൂൾ എഡ്യൂക്കേഷൻ. +2 എഡ്യൂക്കേഷൻ ഷുഡ് ബി എ പാർട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. +2 എന്ന് പറയുന്നത് മറ്റേ പ്രീ ഡിഗ്രി ആയിരുന്നു, ആ പ്രീ ഡിഗ്രി മാറ്റി +2 എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. 3 years ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അങ്ങനെ 10+2+3 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കരിക്കുലം എന്താണ്? കരിക്കുലം നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ കരിക്കുലം എങ്ങനെയായിരുന്നു ഈ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ ഫീച്ചർ? അടുത്ത കരിക്കുലത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ പ്രപ്പോസ്ഡ് എ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ഇറ്റ് കണ്ടെയ്ൻസ് എ കോമൺ കോർ അലോങ് വിത്ത് അതർ കമ്പോണൻസ് ദാറ്റ് ആർ ഫ്ലെക്സിബിൾ ടു സ്യൂട്ട് ലോക്കൽ നീഡ്സ്. ദ കോമൺ കോർ ഇൻക്ലൂഡ്സ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്സ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒബ്ലിഗേഷൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ടു
ടു നർച്ചർ നാഷണൽ ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ട് ഈ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മൂവ്മെൻറ്റ്സ്, അതുപോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലെ തത്വങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു പോളിസിയുടെ മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ. അടുത്തൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് എല്ലാവർക്കും തുല്യമായ അവസര സമത്വം, എന്തിലെ വിദ്യാഭ്യാസം നേടാനുള്ള അവസരം എന്ന് പറയുന്നത് തുല്യമാണ്. ഓക്കെ, അതായത് ഇറ്റ് സ്ട്രെസ്സസ് ഓൺ റിമൂവൽ ഓഫ് ഡിസ്പാരിറ്റീസ് ആൻഡ് ടു ഈക്വലൈസ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ പീപ്പിൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല, അതിലൊരു വേർതിരിവും ഇല്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന എന്നൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു പോളിസി മുന്നോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, കോൺസ്റ്റന്റ് മൈക്രോ പ്ലാനിങ് ആൻഡ് വെരിഫിക്കേഷൻ ടു എൻഷുർ ദാറ്റ് ദ എൻറോൾമെന്റ്, റിട്ടൻഷൻ ആൻഡ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് കോഴ്സസ് ബൈ അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് എല്ലാവരുടെയും ഒരു മറ്റേ ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത വുമൺ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള എന്താ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോളിസിയിലെ വുമൺ എഡ്യൂക്കേഷൻ. വർക്ക് ഫോർ റിമൂവൽ ഓഫ് ഫീമെയിൽ ലിറ്ററസി ആൻഡ് ടു ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ. ഓക്കെ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഉന്നമനം കൊടുക്കുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുക, ഓക്കെ, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനം ഈ ഒരു പോളിസിയുടെ ഭാഗമാണ്. മേജർ എംഫസിസ് വിൽ ബി ലേഡ് ഓൺ വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ വൊക്കേഷണൽ, ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പോൾ തൊഴിലധിഷ്ഠിത, അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ അവരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രൊമോട്ട് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ നോൺ ട്രഡീഷണൽ occupations as well as in existing and emergent technologies. ഒക്കെ എല്ലാത്തിലും സമസ്ത മേഖലയിലും ഒക്കെ സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീ ശാക്തീകരണം ഒക്കെ ഈ ഒരു പോളിസി ഉദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത SC/ST വിഭാഗക്കാരെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് SC/ST മോർ പ്രൈമറി സ്കൂൾ ആൻഡ് റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ഓപ്പൺഡ്. ഓക്കെ, ഇൻസെൻറ്റീവ്സ് ടു ഇൻഡിജൻ ഫാമിലീസ് ടു സെൻഡ് ദെയർ ചിൽഡ്രൻസ് ടു സ്കൂൾ റെഗുലർലി ടിൽ ദേ റീച്ച്. അപ്പോൾ 14 വയസ്സ് വരെ കാര്യനിർദ്ധരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അവരെ 14 വയസ്സ് വരെ സ്കൂളിൽ എത്തിച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, റെസിഡൻഷ്യൽ സ്കൂളുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സ്കീംസ് ഫോർ ചിൽഡ്രൻസ്, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ആ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ടീച്ചർമാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അംഗനവാടീസ്, നോൺ ഫോമൽ ആൻഡ് അഡൽട്ട് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വിൽ ബി ഓപ്പൺ ഓൺ ദ പ്രയോറിറ്റി ബേസിസ് ഇൻ ദി നിയർ ഏരിയാസ്. അപ്പോൾ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അംഗൻവാടികളും അതുപോലെ തന്നെ എന്താ പറയുക അഡൽട്ട് മുതിർന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സെൻറ്ററൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത അഡൽട്ട് എഡ്യൂക്കേഷനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ലിക്വിഡേറ്റ് the illiteracy of a particular age group of 15 to 35. Post literacy and continuing education will be provided for neo-literates and youth. Programs of distance learning, workers education through the employers, trade union and government. Use of radios, TV and films as mass as well as ഗ്രൂപ്പ് ലേണിംഗ് മെത്തഡോളജി. അപ്പോൾ അഡൽട്ട് എഡ്യൂക്കേഷൻ, അതായത് മുതിർന്ന ആളുകളുടെ വിദ്യാഭ്യാസം. അപ്പോൾ മറ്റേ സാക്ഷരത എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആരും മറ്റേ സാക്ഷരത ഇല്ലാതിരിക്കരുത്. ഓക്കെ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, സ്പെഷ്യൽ അറ്റൻഷൻ ഫോർ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് സെക്ഷൻസ്, മൈനോറിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്ഡ് സ്പെഷ്യൽ സ്കൂൾസ് വിത്ത് ഹോസ്റ്റൽസ് വിൽ ബി പ്രൊവൈഡഡ്. ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ് വിൽ ബി റീഓറിയൻറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ ഫോർ ടീച്ചേഴ്സ് ഓഫ് പ്രൈമറി ക്ലാസ്സസ് ടു deal with the special difficulties of handicapped children. ഓക്കെ, അപ്പോൾ ഈ വികലാംഗരായിട്ടുള്ള കുട്ടികൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർക്കൊക്കെ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്, ട്രെയിനിങ് കൊടുത്ത ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അടുത്ത ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ദ പ്രോഗ്രാം ഓക്കെ ECCE will be child-centered, focused around play and the individuality of the child. ECCE is integrated with the existing child development services, Balawadis, pre-primary schools, daycare centers, etc. Give priority to the holistic nature of child development, namely nutrition, health, social, mental, physical, moral and emotional development. Programs of ECCE will be child-oriented, focused around play and the individuality of a child. Formal methods and introduction of the 3 R's will be discouraged at this stage. The local community will be fully involved in these programs. അപ്പോൾ നമ്മൾ ഈ അംഗൻവാടി ബാലവാടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് സെൻറ്റേർഡ് ആണ് ഇങ്ങനത്തെ ECCE പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ദ പ്രോഗ്രാം ഓഫ് ECCE വിൽ ബി ചൈൽഡ് സെൻറ്റേർഡ്, ഫോക്കസ്ഡ് അറൗണ്ട് പ്ലേ ആൻഡ് ദി ഇൻഡിവിജ്വാലിറ്റി ഓഫ് എ ചൈൽഡ്. ഓക്കെ, കുട്ടികളുടെ ഓരോ കുട്ടിയും ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവരെ
അവരുടെ എന്താ പറയുക, ഗീവ് പ്രയോറിറ്റി ടു ദി ഹോളിസ്റ്റിക് നേച്ചർ ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കുട്ടികളുടെ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ, അതുപോലെ ഹെൽത്ത്, സോഷ്യൽ, മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് മോറൽ, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതൊക്കെ ഈ ഒരു എന്താ പറയുക ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ഫീച്ചേഴ്സാണ്. അടുത്ത എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഇംപ്ലൈസ് ദ എമർജൻസി ഇൻ ദിസ് പ്രോഗ്രാം. ഓക്കെ, ഇറ്റ് ഈസ് mean for the improvement of facilities in primary education. Primary ലെവലുള്ള എഡ്യൂക്കേഷൻ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. There should be 2 large rooms there should be 2 large rooms usable in all weather, separate toilets for boys and girls, 2 teachers, preferably 1 lady teacher, essential equipment such as blackboard, charts, maps, toys, games material will be provided in the school. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ഭാഗമായിട്ട് മിനിമം 2 ടീച്ചർമാരെങ്കിലും ഉണ്ടാകണം. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ടോയ്ലറ്റ്, അത് 2 ടീച്ചേഴ്സ് ആയാലും ഒരു ലേഡി ടീച്ചറെങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാകണം. എസെൻഷ്യൽ എക്യുപ്മെൻറ്റ് സച്ച് ആസ് ബ്ലാക്ക് ബോർഡ് ഉണ്ടാകണം. അതുപോലെ തന്നെ മാപ്പ്, ചാർട്ട്, കുട്ടികളുടെ ഒരു പ്രൈമറി ലെവലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുക, അവരെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്ത് പഠിപ്പിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. അടുത്ത സ്കൂൾ കോംപ്ലക്സിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി റൂറൽ ഏരിയ എന്താ പറയുക 5 to 10 kilometers there should be 1 secondary school, ഒരു സെക്കൻഡറി സ്കൂൾ ഉണ്ടാകണം. 5 എന്താ പറയുക upper primary schools, 28 lower primary schools. The school complex includes these schools headed by high schools, a committee with a headmaster of secondary school as chairman, which will help to plan work and give guidance to schools in area. The district education officer will keep in touch with the school complex as a unit. അതുപോലെ തന്നെ the school complex can form new curriculum and syllabus. It is to promote education and break the isolation of school from community. അപ്പോൾ സ്കൂൾ കോംപ്ലക്സിനെ കുറിച്ചിട്ടുള്ള ഒരു അവരുടെ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നവോദയ സ്കൂളിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് റെസിഡൻഷ്യൽ സ്കൂൾസ് ഫോർ ടാലൻറ്റഡ് സ്റ്റുഡൻസ്. നല്ല ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവിടെ നിന്നുകൊണ്ട് പഠിക്കാൻ ഉള്ള ഒരു സെറ്റപ്പാണ് ഈ നവോദയ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ക്വാളിറ്റി ഫ്രീ എഡ്യൂക്കേഷൻസ് ഫോർ ഓൾ ഡിസേർവിംഗ് ആൻഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി, മെയിൻലി ഇൻ ദ റൂറൽ ഏരിയാസ്. അപ്പോൾ നമുക്കറിയാം നവോദയ എക്സാം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സ്കോളർഷിപ്പ് എക്സാമാണ്. ആ സ്കോളർഷിപ്പ് പാസ്സാവുന്ന ആളുകൾക്ക് അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ, അവിടെ നിന്നുകൊണ്ട് പഠിക്കാം. ഓക്കെ, പല മേഖലയിൽ നിന്നുള്ള കൺട്രീൻ്റെ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ അവിടെ നിന്ന് പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്താനും അവരുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് നവോദയ സ്കൂൾ. സ്പെഷ്യൽ റിസർവേഷൻസ് ഫോർ SC/ST is also given in this scheme. Okay, then next one is a minimum level of learning. എന്താ ഈ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? MLL approach essentially refers to a set of desired competencies to be achieved by practically all children at the level of mastery. The MLL were competencies to be developed in school children, both the formal and non-formal channels. It lays down learning outcomes in the form of competencies or level of learning for each stage of elementary education. The need to lay down MLL emerges from the basic concern that irrespective of caste, creed, location or sex, all children must give access to education of a comparable standard. MLL in terms of learning competencies expected to be mastered by every child by the end of a particular class or stage of education. The set of MLL should be actually represents the rational criteria adopted for judging the adequacy of a curricular input provided and the learning outcomes to be expected based on learning objectives. Okay, thus the help of MLL's teachers will be able to emphasize on developing the expected competencies among the learners, adopt a suitable approach and methods in the teaching learning process, evaluate the learners achievement effectively by choosing appropriate method. Okay, അപ്പോൾ മിനിമം ലെവൽ ലേണിംഗ്. ഓക്കെ, മിനിമം ലെവൽ ലേണിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് പലതരം സമസ്ത മേഖലയിലുള്ള പലതരം കഴിവുകളെ കണ്ടെത്താൻ ടീച്ചർമാർ പല തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യണം. ഓക്കെ, ഡെവലപ്പിംഗ് എക്സ്പെക്റ്റഡ് കോമ്പിറ്റൻസീസ്. ഓക്കെ, ഓരോന്നിനും ഓരോരോ ഔട്ട്കം ഉണ്ട്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയും. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ പോലെ ആയിരിക്കണം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ് അവർ കൃത്യമായിട്ട് അത് കണ്ടെത്തണം. അഡോപ്റ്റ് എ സ്യൂട്ടബിൾ അപ്രോച്ച് ആൻഡ് മെത്തേഡ്സ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഒന്ന് പഠിപ്പിക്കുമ്പോഴും എന്താണ് അതിൻ്റെ നിശ്ചയമായിട്ടുള്ള ഔട്ട്പുട്ട്, ഇത് പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് എന്ത് റിസൾട്ട് ഉണ്ടാവുക എന്നത് ടീച്ചർമാർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇതൊരു to set of MLLs would actually represent the rational criteria adopted for judging the
adequacy of the curricular inputs provided and learning outcomes. അപ്പോൾ ഓരോന്ന് പഠിപ്പിക്കുമ്പോഴും ഓരോ ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോഴും കുട്ടിക്ക് ഓരോ ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോഴും അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അത് എന്തിനാണ് പഠിക്കുന്നത്, വാട്ട് ഈസ് ദി എൻഡ് റിസൾട്ട് എന്നത് കൃത്യമായിട്ട് ടീച്ചർക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമേ ഇന്ന ഒരു കരിക്കുലത്തിൻ്റെ ഒരു ഭാഗം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ് പഠിപ്പിക്കുന്നത്, അതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ള ബോധ്യം ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ ഒരു MLL എന്ന് പറയുന്ന ഒരു അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ഈസ് എ ചെറിഷ്ഡ് ഗോൾ. അപ്പോൾ എന്താ പറയുക, പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്ക്, വീട്ടമ്മമാർക്കൊക്കെ പഠിക്കണമെങ്കിൽ ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഈ അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് ടു മീറ്റ് ദി എഡ്യൂക്കേഷൻ നീഡ് ഓഫ് അഡൽട്സ്, അതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട്സ്, മറ്റേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ആളുകൾക്ക്, അതുപോലെ തന്നെ എംപ്ലോയീസ്, വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഹൗസ് വൈഫ് എക്സെട്ര, ടു കണ്ടിന്യൂ ദർ എഡ്യൂക്കേഷൻ ഓഫ് ദ ചോയ്സ് ഓഫ് പേസ് സ്യൂട്ടഡ് ടു ദെയർ കൺവീനിയൻസ്. അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് എന്ത് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇനി ടീച്ചർമാരെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 emphasize the status of the teacher reflects the social cultures of the society. It is said that no people can rise above the level of its teachers. Okay, emphasis on pre-service and in-service training, improvement of service conditions and other facilities. There must be a code of professional ethics. Okay, അപ്പോൾ ടീച്ചർമാർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇൻസെൻറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവണം, അവരുടെ സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ് എന്നുള്ള അവർക്ക് തോന്നണം. ഓക്കെ, അവർക്ക് കൃത്യമായിട്ടുള്ള അവരെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അവർ കുറച്ചും കൂടിയും ഫോക്കസ്ഡ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ there must be a code of professional ethics, ഒരു കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടാകണം. ഓക്കെ, എന്നൊക്കെയാണ് ഈ ഒരു പോളിസി നാഷണൽ ന്യൂ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എംഫസൈസ് ചെയ്തിരിക്കുന്നത്. വേറെ മറ്റുള്ള റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ലൈബ്രറീസ്, അതുപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ. ഓക്കെ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. കുട്ടികൾക്ക് വെറുമൊരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ചില മൂല്യങ്ങൾ കൊടുക്കുക, ചില മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഈ ഒരു പോളിസി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് സ്നേഹം, അല്ലെങ്കിൽ എന്താണ് ഒരാളോട് തോന്നാനുള്ള എമ്പതി, എന്താണ് സിമ്പതി, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയണം. വെറും ഒരു കരിക്കുലത്തിൻ്റെ ഭാഗം മാത്രം പഠിക്കുക എന്നുള്ളതല്ല, ചില വാല്യൂസ് കൂടിയും, മൂത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനം കൊടുക്കുക, അങ്ങനെയുള്ള ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കൂടി ഇതിനുകൊണ്ട് ഭാഗമാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓൺ 1986 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് 1986 രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അതിനെ പറയുന്ന മറ്റൊരു പേര് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കിയിട്ടുള്ള അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിളാണ്. എഡ്യൂക്കേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്, കരിക്കുലത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ, വുമൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ SC/ST അഡൽട്ട് എഡ്യൂക്കേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പരാമർശമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്കീമാണ് ECCE, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഓക്കെ, എന്താണ് ആ സ്കീം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നവോദയ സ്കൂളുകൾ, മിനിമം ലെവൽ ലേണിംഗ്, അതായത് ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താ, പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വായത്തമാകുന്ന കഴിവെന്താണ്, അല്ലെങ്കിൽ ആ കുട്ടി ആർജിക്കുന്ന ഒരു കഴിവെന്താണ് എന്നുള്ളത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതായത് ഓരോ ആളുകളുടെയും കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. കാര്യം ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ആളുകളുണ്ടാവും, അതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ടാവും, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുണ്ടാവും. അവർക്ക് വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഒരു ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റോട് കൂടി ഇൻട്രൊഡ്യൂസ് ആണ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എംഫസിസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ ടീച്ചർ റിഫ്ലെക്ട്സ് ദി സോഷ്യോ കൾച്ചറൽ എത്തിക്സ് ഓഫ് ദ സൊസൈറ്റി. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് നോ പീപ്പിൾ ക്യാൻ റൈസ് എബവ് ദ ലെവൽ ഓഫ് ദി ടീച്ചേഴ്സ്. ഓക്കെ, ഇനി അതർ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്, വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഇൻ ജനറൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ലൈബ്രറീസ്, വാല്യൂ എഡ്യൂക്കേഷനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986. മറ്റൊരു ടോപ്പിക്കുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.